എല്ലാവർക്കും ആക്സിന്റെ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ +1 ഫിസിക്സിന്റെ ഇൻട്രോഡക്ടറി പാർട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചതാണ്. ചാപ്റ്റേഴ്സിനെ കുറിച്ചും ആ ചാപ്റ്റേഴ്സിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും ഒക്കെ നമ്മൾ കുറച്ചു നേരം എന്ത് ചെയ്തതാണ്, ഡിസ്കസ് ചെയ്തതാണ്. എല്ലാവരും അതൊന്ന് റെഫർ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് നമുക്ക് ഈ 15 ചാപ്റ്റർ നമുക്ക് ഈ ഒരു ഇയർ കൊണ്ട് പഠിച്ചു തീർക്കാനുള്ളതാണ്. അതിനകത്ത് വരുന്ന കാര്യങ്ങളെല്ലാം പഠിക്കണം. അതിലുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ എന്നത് എങ്ങനെയാണെന്ന് പഠിക്കണം. അപ്പൊ ഇതെല്ലാം നിങ്ങൾ ഏകദേശം ഒരു കുറച്ചു നാൾ കൊണ്ട് നിങ്ങളെല്ലാം ഒരു വിധം ലെവലായി വരും. തുടക്കത്തില് നമുക്കെല്ലാം അങ്ങ് ബൈഹാർട്ട് ചെയ്ത് വെക്കാൻ പറ്റുന്ന കാര്യമല്ല. പുതിയ പുതിയ കാര്യങ്ങൾ കേൾക്കും. അതൊക്കെ സാവകാശം പഠിച്ച് മനസ്സിലാക്കാനേ പറ്റൂ. നമുക്കറിയാം, കാണാതെ പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. നമുക്ക് എഴുതി പഠിക്കേണ്ട കാര്യങ്ങൾ എഴുതി പഠിക്കണം, വരച്ചു പഠിക്കേണ്ട കാര്യങ്ങൾ വരച്ചു പഠിക്കണം. ഓക്കെ, അതിലോട്ടൊക്കെ നമുക്ക് വരാം. അപ്പൊ എന്താണ് ഫിസിക്സ് എന്നൊക്കെ നമുക്കറിയാം. 8ാം ക്ലാസ് മുതൽ നിങ്ങൾ കേട്ട് വരുന്ന കാര്യമാണ് എന്താ ഫിസിക്സ് എന്ന് പറയുന്നത്. നമ്മൾ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ കുറിച്ച് പഠിക്കുന്നു. അതുപോലെ തന്നെ പല മെഷർമെന്റ്സിനെ കുറിച്ച് പഠിക്കുന്നു. പിന്നെ നമ്മൾ എനർജിയെ കുറിച്ച്, എനർജി ചേഞ്ചസിനെ ഒക്കെ കുറിച്ച് പഠിക്കുന്ന നമ്മുടെ സയൻസിന്റെ ബ്രാഞ്ച് ആണ് എന്തെന്ന് പറയുന്നത്, ആ ഫിസിക്സ് എന്ന് പറയുന്നത് ആണല്ലോ. അപ്പോ ഈ ഫിസിക്സിൽ നമ്മൾ മെയിൻ ആയിട്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ കുറിച്ച് പഠിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എന്താ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്? നമ്മൾ ചാപ്റ്ററിലോട്ട് കടക്കുന്നില്ല. ചാപ്റ്ററിന് മുന്നോടിയായിട്ട് കുറച്ച് ഇൻട്രൊഡക്ഷൻ പറയുവാണ്. ഇതിൽ പറയുന്ന ചില കാര്യങ്ങൾ വീണ്ടും 2ാമത്തെ ചാപ്റ്ററിലൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഇൻട്രൊഡക്ഷൻ ഒന്ന് കേട്ടിട്ട് അതൊന്ന് പഠിച്ചു വെച്ചിരുന്നാൽ 2ാമത്തെ ചാപ്റ്റർ ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫോളോ ചെയ്ത് പോകാൻ പറ്റും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. അതുപോലെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചു വരുന്ന കുട്ടികളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, കുറച്ചു നാൾ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. കാരണം മലയാളം മീഡിയത്തിൽ നിന്ന് വന്ന കുട്ടികളെ നമുക്ക് നമ്മുടെ ട്രാക്കിലോട്ട് കൊണ്ടുവരണം. അപ്പോ നമുക്ക് കുറച്ച് എല്ലാ കാര്യങ്ങളും കുറച്ച് മലയാളത്തിലും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പോയാലേ പറ്റുള്ളൂ. അപ്പോ കുറച്ചു നാൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു കാരണം കൊണ്ടാണെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് ഫിസിക്സിൽ നമ്മൾ പഠിക്കുന്നു എന്ന് പറഞ്ഞു ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ കുറിച്ച്. എന്താ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാല്? ഭൗതിക അളവുകൾ. എന്താ ഭൗതിക അളവുകൾ? ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് പലതരത്തിലുള്ള അളവുകളുണ്ട്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമുക്ക് മെയിൻ ആയിട്ട് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. സ്കേലാർ ക്വാണ്ടിറ്റീസ് എന്നും വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്നും. സ്കേലാർ ക്വാണ്ടിറ്റീസ് എന്നും വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്നും നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. മലയാളം മീഡിയക്കാർ പഠിച്ചിട്ടുണ്ട്. സ്കേലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ അദിശ അളവുകൾ. വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാലോ സദിശ അളവുകൾ ആണല്ലോ. അപ്പോ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആർ ക്ലാസിഫൈഡ് ഇൻടു 2. which are they? Scalar quantities and vector quantities. സ്കേലാർ ക്വാണ്ടിറ്റീസ് എന്നും വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്നും അദിശ അളവുകൾ എന്നും സദിശ അളവുകൾ എന്നും നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ 2ആയിട്ട് എന്ത് ചെയ്യാം? ക്ലാസിഫൈ ചെയ്യാം. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ്, എന്താണ് സ്കേലാർ ക്വാണ്ടിറ്റീസ് എന്ന് ചോദിച്ചാൽ only magnitude no direction എന്ന് പറഞ്ഞാൽ എന്താ? മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, എന്തില്ല? ഡയറക്ഷൻ ഇല്ല. അതുകൊണ്ടാണ് അദിശ എന്ന് പറയുന്നത്. അപ്പോ മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഡയറക്ഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റീസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സ്കേലാർ ക്വാണ്ടിറ്റീസ്. അപ്പൊ എന്താ ഈ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാല്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ റെപ്രസെന്റ് ചെയ്യാനും നിങ്ങൾ നോട്ട്ബുക്കിൽ ഒരു ലൈൻ വരച്ചു. അതിന്റെ ലെങ്ത് മെഷർ ചെയ്തു. 6 സെന്റിമീറ്റർ ആണ് അതിന്റെ ലെങ്ത്. സപ്പോസ് ഞാൻ അതിന് 6 സെന്റിമീറ്റർ എന്ന് എഴുതി. അവിടെ ഒരു നമ്പറും ഉണ്ട്, കൂടെ എന്തുകൊണ്ട്? അതിന്റെ യൂണിറ്റും ഉണ്ട് ആണല്ലോ. അപ്പൊ ആ നമ്പർ അലോങ് വിത്ത് ദാറ്റ് യൂണിറ്റ് അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്?
മാഗ്നിറ്റ്യൂഡ്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, ഞാൻ കടയിൽ പോയി 5 കിലോഗ്രാം സാധനം മേടിച്ചു. അപ്പൊ 5 കിലോഗ്രാം എന്ന് പറയുന്നതാണ് ഞാൻ മേടിച്ച ആ സാധനത്തിന്റെ മാസ് അല്ലെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഞാൻ 10 മിനിറ്റ് ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പൊ ആ 10 മിനിറ്റ്സ് എന്ന് പറയുന്നതാണ് അതിന്റെ ടൈമിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇനി നമുക്ക് തിരിച്ചു വരാം. എന്താണ് സ്കേലാർ ക്വാണ്ടിറ്റീസ്? ഡെഫിനിഷൻ ആയിട്ട് പറഞ്ഞാൽ സ്കേലാർ ക്വാണ്ടിറ്റീസ് ആർ ദി ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഹാവിംഗ് only magnitude and no direction. മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ളതും ഡയറക്ഷൻ ഇല്ലാത്തതുമായിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സ്കേലാർ ക്വാണ്ടിറ്റീസ്. അപ്പൊ ഒരിക്കൽ കൂടെ ഒന്ന് പറയാൻ ശ്രമിച്ചു നോക്കിയേ. എന്താ സ്കേലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ? സ്കേലാർ ക്വാണ്ടിറ്റീസ് ആർ ദി physical quantities having only magnitude and no direction. മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ളതും ഡയറക്ഷൻ ഇല്ലാത്തതുമായിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സ്കേലാർ ക്വാണ്ടിറ്റീസ്. എക്സാമ്പിൾ, ഡിസ്റ്റൻസ്. ഒരാൾ ഒരു 5 കിലോമീറ്റർ ദൂരം ട്രാവൽ ചെയ്തു ആണല്ലോ. അപ്പൊ ആ 5 കിലോമീറ്റർ കിട്ടണമെങ്കിൽ അയാൾ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് അവസാനിച്ച സ്ഥലത്തോട്ടോ തിരിച്ചോ എങ്ങനെ മെഷർ ചെയ്താലും എത്ര കിട്ടും? 5 കിലോമീറ്റർ കിട്ടും ആണല്ലോ. അപ്പോ ഡയറക്ഷൻ ഉണ്ടോ? ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും നമുക്കത് മെഷർ ചെയ്തൂടെ? ചെയ്യാം. നമ്മള് മാസ്, എന്താ മാസ് എന്ന് പറഞ്ഞാൽ? The amount of matter contained in a body. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് ആണല്ലോ. അപ്പോ ഒരു മാസ് പറയുമ്പോഴും നമുക്ക് അവിടെ എങ്ങും ആര് വരുന്നില്ല? ഡയറക്ഷൻ വരുന്നില്ല. അതുപോലെ സ്പീഡ്, വേഗത ഒക്കെ എന്ത് ക്വാണ്ടിറ്റിയാ? സ്കേലാർ ക്വാണ്ടിറ്റീസ് ആണ്. അപ്പൊ എന്താണ് സ്കേലാർ ക്വാണ്ടിറ്റീസ്? ക്ലിയർ ആണല്ലോ. മാഗ്നിറ്റ്യൂഡ് ഇല്ല, എന്തുണ്ട്? ഡയറക്ഷൻ ഉണ്ട്. നെക്സ്റ്റ്, രണ്ടാമത്തത് വെക്റ്റർ ക്വാണ്ടിറ്റീസ്. എന്താ വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഹാവിംഗ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. മാഗ്നിറ്റ്യൂഡിനോടൊപ്പം ഏത് ക്വാണ്ടിറ്റി എടുത്താലും അതിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ട് ആണല്ലോ. ഈ മാഗ്നിറ്റ്യൂഡിനോടൊപ്പം ഡയറക്ഷനുമുള്ള ക്വാണ്ടിറ്റീസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? വെക്റ്റർ ക്വാണ്ടിറ്റീസ്. The physical quantities having both magnitude and direction are called vector quantities. മാഗ്നിറ്റ്യൂഡിനോടൊപ്പം ഡയറക്ഷനുമുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കും. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് എക്സാമ്പിൾ, ഫോഴ്സ്. ഞാൻ ഈ ബോർഡിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ഉദാഹരണത്തിന് ഫോഴ്സിന്റെ യൂണിറ്റ് നിങ്ങൾക്ക് അറിയാം, ന്യൂട്ടൺ. ഞാൻ ഇതിലേക്ക് 3 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്തു എന്ന് നിങ്ങൾ ഒരാളോട് പറഞ്ഞാൽ അയാൾക്ക് വേണമെങ്കിൽ ചോദിക്കാം ഏത് ഡയറക്ഷനിലാണ് ഫോഴ്സ് അപ്ലൈ ചെയ്തത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഡയറക്ഷനും കൂടെ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യണ്ടേ? അപ്പോ അങ്ങനെ മാഗ്നിറ്റ്യൂഡിനോടൊപ്പം ഡയറക്ഷനും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? വെക്റ്റർ ക്വാണ്ടിറ്റീസ്. എക്സാമ്പിൾ, ഫോഴ്സ് കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ്, സ്ഥാനാന്തരം. അതുപോലെ വെലോസിറ്റി, പ്രവേഗം. ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? വെക്റ്റർ ക്വാണ്ടിറ്റീസിന് എക്സാമ്പിൾ ആണ്. ക്ലിയർ ആണല്ലോ. അപ്പൊ മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ളതും ഡയറക്ഷൻ ഇല്ലാത്തതുമായിട്ടുള്ള ക്വാണ്ടിറ്റി ഏതാ? സ്കേലാർ ക്വാണ്ടിറ്റീസ്. മാഗ്നിറ്റ്യൂഡിനോടൊപ്പം ഡയറക്ഷനും ഉള്ള ക്വാണ്ടിറ്റീസ് ഏതാ? വെക്റ്റർ ക്വാണ്ടിറ്റീസ്. 1-2 എക്സാമ്പിള് ജസ്റ്റ് ഓർത്ത് വെച്ചിരിക്കുക. നമ്മൾ ഒരുപാട് എക്സാമ്പിൾസ് ഇനി അങ്ങോട്ട് ഓരോ ചാപ്റ്ററിലായിട്ട് നമ്മൾ പഠിക്കും. ഓക്കെ ആണല്ലോ.
അപ്പോ റഫായിട്ട് നോട്ട്സ് ഞാൻ അല്ലാതെ ഇട്ട് തരാം. നിങ്ങൾ റഫ് നോട്ട് എടുത്തിട്ട് ഈ കേൾക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോണം. പ്രത്യേകിച്ച് മലയാളം മീഡിയത്തിലുള്ളവർക്ക് ഇപ്പോഴേ ആ മീഡിയം കൂടി മാറി വരാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് റഫായിട്ട് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് ഒരു സെന്റൻസിനെ എങ്ങനെയാണ് ചേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം നോക്കി ഒന്ന് മനസ്സിലാക്കി പോവുക. സ്കെയിലാർ ക്വാണ്ടിറ്റീസ് എന്തെന്നറിയാം. ദെൻ നെക്സ്റ്റ് ഏതാ വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്താണെന്ന് അറിയാം. ക്ലിയർ ആണല്ലോ? ഒന്നുകൂടെ ഒന്ന് നോക്കി ക്ലിയർ ചെയ്യുക. ക്ലിയർ ചെയ്താൽ നമുക്ക് ഇൻട്രൊഡക്ഷനിൽ തന്നെ പറയാനുള്ള അടുത്ത 1-2 കാര്യങ്ങളിലേക്ക് പോകാം. അടുത്ത 2 ടൈപ്പ് ക്വാണ്ടിറ്റീസ് എന്താന്ന് വായിച്ചു നോക്കിയേ. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. എന്താ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ അടിസ്ഥാന അളവുകൾ? എന്താ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്? 3 ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഏതൊക്കെയാ? മാസ്, ലെങ്ത്, ടൈം. മാസ് എന്താണെന്ന് അറിയാം, ലെങ്ത് അറിയാം, ടൈം അറിയാം. ഈ 3 ക്വാണ്ടിറ്റീസിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. അപ്പൊ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ മാസ്, ലെങ്ത് ആൻഡ് ടൈം ആർ കോൾഡ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഇനി എന്തുകൊണ്ട് അവയെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുന്നു? എന്തുകൊണ്ടാണെന്നറിയോ? നമ്മുടെ യൂണിവേഴ്സിലുള്ള ബാക്കി എല്ലാ ക്വാണ്ടിറ്റീസും ഏതിൽ നിന്ന് രൂപപ്പെട്ട് വന്നവരാണ്? ഈ മാസ്, ലെങ്ത്, ടൈം ഇതിൽ നിന്ന് രൂപപ്പെട്ട് വന്നതായതുകൊണ്ടാണ് ഇതിനെ അടിസ്ഥാന അളവുകൾ അല്ലെങ്കിൽ എന്തെന്ന് വിളിക്കുന്നത്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുന്നത്. എങ്കിൽ ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൽ ആദ്യത്തത് മാസ്. മാസിന്റെ കുറെ യൂണിറ്റുകൾ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? എന്തൊക്കെയാ? മില്ലിഗ്രാം, ഗ്രാം, കിലോഗ്രാം അങ്ങനെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ലെങ്തിനോ മില്ലിമീറ്റർ, സെന്റിമീറ്റർ, മീറ്റർ, കിലോമീറ്റർ എക്സെട്ര പഠിച്ചിട്ടുണ്ട്. ടൈമിൻ്റെതോ സെക്കൻഡ്, മിനിറ്റ്, അവർ അങ്ങനെ യൂണിറ്റുകൾ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകളെ വിളിക്കുന്ന പേരാണ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. യൂണിറ്റ്സ് ഓഫ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആർ കോൾഡ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ആരൊക്കെയാണ് നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുന്നേ? മാസ്, ലെങ്ത്, ടൈം. മാസിനെയും ലെങ്തിനെയും ടൈമിനെയും വിളിക്കുന്ന പേരാണ് എന്ത്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. എന്താ മാസ് എന്ന് പറഞ്ഞു? ഒരു ബോഡിയിൽ അടങ്ങിയിരിക്കുന്ന മാറ്ററിന്റെ അളവ്. മാസും വെയിറ്റും ഒന്നാണോ? അല്ല. എന്താ മാസ് അറിയാം, എന്താ വെയിറ്റ്? വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബോഡിയിൽ എക്സേർട്ട് ചെയ്യപ്പെടുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? വെയിറ്റ്. വെയിറ്റ് ഈസ് ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ടിംഗ് ഓൺ ആൻ ഒബ്ജക്റ്റ്. ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്? വെയിറ്റ്. നെക്സ്റ്റ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഒക്കെയാണ്. അതിന്റെ യൂണിറ്റുകളെ നമ്മൾ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് വിളിക്കും.
അപ്പൊ എന്താ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൽ നിന്ന് രൂപപ്പെട്ട് വന്ന ക്വാണ്ടിറ്റീസിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന് കുറെ എക്സാമ്പിൾ ഉണ്ട്. ഏതൊക്കെയാ? ഞാൻ സ്പീഡ് എഴുതിയിട്ടുണ്ട്. എന്താ സ്പീഡിന്റെ ഇക്വേഷൻ? ചെറിയ ക്ലാസ്സിൽ പഠിച്ചത് ഒന്ന് ഓർത്തെടുത്തേ. സ്പീഡ് ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ദൂരം, ലെങ്ത് അല്ലേ? ബൈ ടൈം. അപ്പൊ അതിലും വന്നേക്കുന്നത് എന്ത് തന്നെയാ? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ചേർന്നല്ലേ സ്പീഡ് കിട്ടിയേക്കുന്നേ. നെക്സ്റ്റ് വേറൊരെണ്ണം പറഞ്ഞേ, ആക്സിലറേഷൻ. വെലോസിറ്റി ബൈ ടൈം. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ്. പ്രവേഗമാറ്റത്തിന്റെ നിരക്കാണ് ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണം. അറിയാം. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അല്ലേ? അതേ ബൈ ടൈം അല്ലേ ആക്സിലറേഷൻ? എന്ന് പറഞ്ഞാൽ മറ്റേത് ക്വാണ്ടിറ്റി നിങ്ങൾ എടുത്താലും അത് ഏതിൽ നിന്ന് ഫോം ചെയ്തവയാണ്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൽ നിന്ന് രൂപപ്പെട്ട് വന്നവയാണ്. ഇങ്ങനെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൽ നിന്ന് രൂപപ്പെട്ട് വന്ന ക്വാണ്ടിറ്റീസിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന് ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. സ്പീഡ്, വെലോസിറ്റി, ആക്സിലറേഷൻ, അങ്ങനെ ഒത്തിരി 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 എക്സാമ്പിൾ ഉണ്ട്. അത് നമ്മൾ ഇതിനെ സെക്കൻഡ് ചാപ്റ്ററിലോട്ടൊക്കെ കടക്കുമ്പോഴും വരുന്ന ചാപ്റ്ററുകളിലൊക്കെ നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. ഇപ്പൊ നിങ്ങൾ ഈ രണ്ട് ക്വാണ്ടിറ്റീസിനെ കുറിച്ച് മാത്രം മനസ്സിലാക്കുക. രണ്ട് ടൈപ്പ് ക്വാണ്ടിറ്റീസ്, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും. എക്സാമ്പിൾ ആരൊക്കെയാ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് അറിയപ്പെടുന്നേ? മാസ്, ലെങ്ത്, ടൈം. മറന്നുപോയില്ലല്ലോ. ഇനി പലതരത്തിലുള്ള യൂണിറ്റ് സിസ്റ്റങ്ങളുണ്ട്. നമുക്ക് 3 പേരുണ്ട്: മാസ്, ലെങ്ത്, ടൈം. ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് യൂണിറ്റ് സിസ്റ്റംസ് ഉണ്ട്. ഏതൊക്കെയാ യൂണിറ്റ് സിസ്റ്റംസ് എന്നറിയോ? ഒന്ന് CGS സിസ്റ്റം. CGS സിസ്റ്റം സിമ്പിൾ ആണ്. C for സെന്റിമീറ്റർ, G for gram, S for seconds ആണല്ലോ. അപ്പൊ CGS എന്ന് പറയുന്ന യൂണിറ്റ് സിസ്റ്റത്തിനകത്ത് ലെങ്തിനെ ഏത് യൂണിറ്റിലാ പറയുന്നേ? സെന്റിമീറ്ററിൽ. മാസിനെയോ ഗ്രാമിൽ, ടൈമിനെയോ സെക്കൻഡ് ആണല്ലോ. അപ്പൊ ആദ്യത്തെ ഒരു യൂണിറ്റ് സിസ്റ്റം ഏതാ? CGS സിസ്റ്റം. CGS സിസ്റ്റത്തില് ലെങ്ത് ഈസ് മെഷേർഡ് ഇൻ സെന്റിമീറ്റർ, മാസ് ഈസ് മെഷേർഡ് ഇൻ ഗ്രാം ആൻഡ് ടൈം ഈസ് മെഷേർഡ് ഇൻ സെക്കൻഡ്സ്. രണ്ടാമത്തത്, ഞാൻ കുറച്ച് സ്പീഡിൽ പോയത് രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഇത് റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ഇപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. രണ്ടാമത്തത് FPS സിസ്റ്റം. FPS സിസ്റ്റത്തിൽ F for foot, P for pound, S for seconds. FPS സിസ്റ്റത്തില് ലെങ്ത് മെഷർ ചെയ്യുന്നത് ഫൂട്ട് എന്താന്ന് അറിയാലോ? മാസ് പൗണ്ടില്, ടൈമോ സെക്കൻഡില്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് മൂന്നാമത്തെ സിസ്റ്റം MKS സിസ്റ്റം. MKS സിസ്റ്റത്തില് M for meter, K for kilogram, S for seconds. അപ്പൊ MKS സിസ്റ്റത്തില് ലെങ്ത് മീറ്ററിലാണ്, മാസ് കിലോഗ്രാമിലാണ്, ടൈമോ സെക്കൻഡിലാണ് മെഷർ ചെയ്യുന്നത്. അപ്പൊ 3 യൂണിറ്റ് സിസ്റ്റംസ് പറഞ്ഞു. CGS സിസ്റ്റം, ലെങ്ത് ഈസ് മെഷേർഡ് ഇൻ സെന്റിമീറ്റർ, മാസ് ഇൻ ഗ്രാംസ് ആൻഡ് ടൈം ഇൻ സെക്കൻഡ്സ്.
FPS system. In FPS system, length is measured in foot, mass in pound, and time in seconds. Next, MKS system. Length is measured in meter, then mass in kilogram, and time in seconds. Clear ആണല്ലോ? ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് SI unit system. SI unit system. SI യുടെ full form System International. System International. System International. Internationally എല്ലായിടത്തും അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള യൂണിറ്റ് ആണ് ഇത്. SI യൂണിറ്റ് ആണല്ലോ. അപ്പൊ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ നമുക്ക് പ്രോബ്ലം ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ എല്ലാ ക്വാണ്ടിറ്റീസിനെയും നമ്മുടെ SI സിസ്റ്റത്തിലോട്ട് മാറ്റിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനായിട്ട്. നേരത്തെ പഠിച്ച MKS തന്നെയാണ് SI സിസ്റ്റത്തിലും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് ലെങ്തിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. മാസിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. ടൈമിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, സെക്കൻഡ് ആണ്. അപ്പൊ SI സിസ്റ്റം ഒരിക്കലും മറന്നു പോകരുത്. സിസ്റ്റം ഇന്റർനാഷണൽ, എല്ലായിടത്തും അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള യൂണിറ്റ് ആണ് ഏതെന്ന് പറയുന്നത് SI യൂണിറ്റ് സിസ്റ്റം. നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ എല്ലാം SI സിസ്റ്റത്തിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടേ ചെയ്യാവൂ. മാസിന്റെ SI യൂണിറ്റ് ഏതാ, കിലോഗ്രാം. നെക്സ്റ്റ് ലെങ്തിന്റെതോ മീറ്റർ, ടൈമിന്റെതോ സെക്കൻഡ് ആണല്ലോ. അപ്പോ ഇൻട്രൊഡക്ടറി പാർട്ട് കുറച്ചും കൂടി പോകാനുണ്ട്. കാരണം സെക്കൻഡ് ചാപ്റ്റർ റിപ്പീറ്റ് ചെയ്യുന്നു എങ്കിലും നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഇല്ലാതെ നമുക്ക് ചാപ്റ്ററിലോട്ട് കടന്നു ചെല്ലാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ ഇൻട്രൊഡക്ടറി പാർട്ട് ഇത്രയും പറഞ്ഞത്. പലതരത്തിലുള്ള ക്വാണ്ടിറ്റീസിനെ കുറിച്ചും യൂണിറ്റ് സിസ്റ്റത്തെ കുറിച്ചുമാണ് നമ്മൾ ഈ പാർട്ടിൽ ഡിസ്കസ് ചെയ്തത്. എല്ലാവരും വീഡിയോ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കാണുക, കണ്ട് മനസ്സിലാക്കി വെക്കുക. പിന്നെ മനസ്സിലായ കാര്യങ്ങൾ ഒരു നോട്ട്ബുക്കിലോട്ടൊന്ന് കുറിച്ച് വെക്കുക. എന്നിട്ട് ബാക്കി ഭാഗങ്ങളുമായിട്ട് നമുക്ക് അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ.